എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദീപാവലി സ്പെഷ്യൽ ബീട്രൂട്ട് ബർഫിയാണ് തയ്യാറാക്കുന്നത്. കളറൊന്നും ചേർക്കാതെ തന്നെ നാച്ചുറലായ കളർ ഉപയോഗിച്ച് തന്നെയാണ് ഈ ബർഫി തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന സ്വീറ്റ് ഐറ്റമാണ്. ബീട്രൂട്ട് ബർഫി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ബീട്രൂട്ട് ബർഫി തയ്യാറാക്കുന്നതിനായി മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. വൃത്തിയാക്കിയ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കുന്നതിനായിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കണം. 1 കപ്പ് ബീട്രൂട്ട് ജ്യൂസാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. ബർഫിക്ക് ആവശ്യമായ പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്ത് പഞ്ചസാര പാനിയാക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം പഞ്ചസാര പാനിയാക്കാനായിട്ട്. പഞ്ചസാര പാനി ചെറുതായിട്ട് തിളവരുന്ന സമയത്ത് ഇതിലേക്ക് 3 ഏലക്കയുടെ കുരു പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ ഫ്ലേവർ ബർഫിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഏലക്കയുടെ കുരു പൊടിച്ചിടുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുതേ. പഞ്ചസാര പാനിയായി വന്നിട്ടുണ്ട്. കയ്യിലൊട്ടുന്ന പരുവമാണ് വേണ്ടത്. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. റവ നെയ്യിൽ വറുത്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം വറുത്തെടുക്കാനായിട്ട്. റവ വറുത്തെടുക്കുന്ന സമയത്ത് റവയുടെ കളർ ചേഞ്ച് ആകാതെ വേണം വറുത്തെടുക്കാനായിട്ട്. ഫ്രൈ ആയി വന്നിട്ടുള്ള റവയിലേക്ക് ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് ചേർത്ത് കൊടുക്കണം. ജ്യൂസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. ചേർത്ത് കൊടുത്ത ബീട്രൂട്ട് ജ്യൂസ് റവ വലിച്ചെടുക്കാൻ തുടങ്ങും. ചേർത്ത് കൊടുത്തിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് വറ്റി വരുന്നവരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഇതിൽ ചേർത്തിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് വറ്റി വരുന്നതനുസരിച്ച് ഇത് കട്ട കെട്ടുന്നതായിട്ട് തോന്നുമെങ്കിലും പഞ്ചസാര പാനി ചേർത്ത് കഴിയുമ്പോൾ ഇത് ലൂസാകാൻ തുടങ്ങും. ഇതിൽ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാര പാനി ചൂടോടുകൂടി തന്നെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. പഞ്ചസാര പാനി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കേണ്ടത്. ഈ പാനിൽ നിന്നും വിട്ട് കിട്ടുന്ന വരെയാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത്. ഇതുപോലെ പാനിൽ നിന്നും വിട്ട് കിട്ടുന്നതാണ് ബർഫിയുടെ പാകം. ബർഫി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യണം. ബർഫി ഈ പാത്രത്തിൽ നിന്നും വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നെയ്യ് തടവിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബർഫി ഇട്ട് കൊടുത്ത് പരത്തി ഷേപ്പാക്കണം. 1 സ്പൂൺ വെച്ചാണ് ഷേപ്പാക്കുന്നത്. എടുത്തിട്ടുള്ള സ്പൂണിൻ്റെ അടിയിൽ നെയ്യ് തടവിയതിന് ശേഷമാണ് ബർഫി ഷേപ്പാക്കുന്നത്. ചൂടോടുകൂടി തന്നെ വേണം ഇത് ഷേപ്പാക്കേണ്ടത്. തണുത്ത് കഴിഞ്ഞാൽ ഇത് ഷേപ്പാക്കി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഷേപ്പാക്കിയതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ബർഫി ഏത് ആകൃതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്ത ബർഫി ചൂടാറിയതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഈ ബർഫിയുടെ രുചി അറിയാൻ പറ്റുകയുള്ളൂ. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദീപാവലി സ്പെഷ്യൽ സ്വീറ്റായ ബീട്രൂട്ട് ബർഫി തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.